ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് ഈ ഇളനീർ കച്ചവടം. ഈ ഫുട്പാത്തിൻ്റെ സൈഡുകളിലൊക്കെ ചെറിയ ഈ സ്റ്റാളുകൾ പോലെ തുടങ്ങിയിട്ട് അവിടെ ഇളനീർ കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽപ്പെട്ട ഒരു സ്റ്റാൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു സഹോദരി നിങ്ങൾക്ക് കാണാം ഇളനീർ കച്ചവടം ചെയ്യുകയാണ്. അവിടത്തേക്ക് യുവാക്കൾ കടന്നു വരുന്നുണ്ട്. അവർ ഇളനീർ ചോദിക്കുന്നുണ്ട്. ആ സഹോദരി അത് വെട്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ കാലത്ത് ഈ ചൂടിനൊക്കെ ഇളനീർ നല്ല ഒരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ കുടിക്കുന്നതിനേക്കാളും എത്രയോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ലതാണ് ഈ ഇളനീർ. ആ യുവാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പോയിന്റ് കാണിച്ചതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന ഇളനീരെല്ലാം ആ അമ്മ വെട്ടിക്കൊടുക്കുന്നുണ്ട്, അവർ കുടിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾ നടന്നു വരുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു മിലിറ്ററി കുപ്പായം എല്ലാം ഇട്ട ഒരു മനുഷ്യൻ അവിടെ കടന്നു വരികയാണ്. അതിനുശേഷം ആ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് വില എന്നെല്ലാം ചോദിക്കുന്നു. അതിനുശേഷം ഒരു ഇളനീർ ആ അമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഇളനീർ എടുത്തപ്പം അത് വേണ്ട എന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഇളനീർ വേണമെന്ന് പറയുകയാണ്. അതിനുശേഷം ആ അമ്മ ആ ഇളനീർ വെട്ടിയിട്ട് ചോദിച്ച ആ മിലിറ്ററി ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി തുനിയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ച് കാണും അതൊരു കസ്റ്റമറാണ് അവിടെ വന്ന് ഇളനീർ വാങ്ങുന്നത് എന്ന്. ഒരിക്കലുമല്ല. ആ അമ്മയുടെ മകന് മിലിറ്ററിയിലാണ് ജോലി. ആ മിലിറ്ററിയിൽ നിന്ന് വരുന്ന വരുത്താണ്. ആ സഹോദരൻ ഒരു സല്യൂട്ട് കൊടുത്ത സമയത്ത് ആ അമ്മ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഇളനീർ വരെ താഴെ ഇട്ടു. അമ്മയ്ക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. നമ്മളൊക്കെ പലതരത്തിലുള്ള സർപ്രൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സർപ്രൈസാണ്. തീർച്ചയായിട്ടും അവിടെ വന്ന സഹോദരങ്ങൾ ഇളനീർ കുടിച്ചതിന് ശേഷം മിലിറ്ററിക്കാരനെ കൈ കൊടുക്കുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എപ്പോഴാണ് വന്നത് എല്ലാം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മടങ്ങുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന വീഡിയോ ആണ്. ഇത്തരത്തിൽപ്പെട്ട ജീവിതത്തിലുള്ള നല്ല നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ചെറിയ വീഡിയോകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്നെന്നും സന്തോഷം തരുന്ന ചില വീഡിയോകളാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് തന്നെ ആ CCTV ഫുട്ടേജിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് ഒരു കസ്റ്റമർ ആ കടയിലേക്ക് വരികയാണ്. ആ കടയിൽ വന്നതിന് ശേഷം ഇളനീർ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ആ മിലിറ്ററിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ ജോലി, അമ്മയോടും സഹായിക്കാനുള്ള സ്നേഹം, ആ മനസ്സ് അവിടെ വെച്ചിട്ട് ആ കത്തി വാങ്ങിയതിന് ശേഷം നല്ലൊരു ഇളനീർ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം തന്നെ വെട്ടിയിട്ട് ആ സഹോദരന് കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു ഓഫീസറാണ്, ഒരു മിലിറ്ററി ഓഫീസറാണ്. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് തൻ്റെ അമ്മയുടെ ആ ജോലി യാതൊരു മനസ്താപവും അല്ലെങ്കിൽ ഒരു കുറച്ചിലുമില്ലാതെ അത് ചെയ്യാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ്, അതാണ് മിലിറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ മിലിറ്ററികൾ അത്രയ്ക്കും വലിയ യാതനകളും അതുപോലെ തന്നെ ദുരിതപൂർണവുമായ ജീവിതമാണ് ഈ അതിർത്തിയിലെല്ലാം അവർ അനുഭവിക്കുന്നത്. അതെല്ലാം കൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് വളരെ സന്തോഷമാരായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനം തോന്നിപ്പോവുകയാണ്. ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു കേരളീയൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മിലിറ്ററി എന്ന് പറയുന്ന സാധനം ഒരു വല്ലാത്ത സാധനം തന്നെയാണ്. അത്തരത്തിൽപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ ഒരു അമ്മയും ഒരു മകനും തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെ എന്ത് തൊഴിലുകളും നമുക്ക് ചെയ്യാം, അത് അഭിമാനത്തോടു കൂടി തന്നെ ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹാത്മ്യവും അതുപോലെ തന്നെ അഭിമാനവുമുണ്ട്. ആ മകൻ മിലിറ്ററിയിലാണ്, ഓഫീസറാണ് എന്നുണ്ടെങ്കിലും അവരുടെ അമ്മ ചെയ്യുന്ന ജോലി നിങ്ങൾ കണ്ടു കാണും. ഫുട്പാത്തിൽ ഇളനീർ കച്ചവടമാണ്. ഒരു തൊഴിലിനെയും നമ്മൾ വില കുറച്ച് കാണാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് തീർച്ചയായിട്ടും അത് അഭിമാനം തന്നെയാണ്. അത് മിലിറ്ററി ആയാലും അതുപോലെ തന്നെ ഇളനീർ കച്ചവടം ചെയ്യുന്നവനായാലും മീൻ വിൽക്കുന്നവനായാലും മറ്റേത് തൊഴിലെടുത്താലും അതിൻ്റേതായ ഒരു അഭിമാനമുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഒരു CCTV ഫുട്ടേജും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് കാണട്ടെ. കാരണം ഇന്നത്തെ സമയത്ത് ഈ അമ്മയും മകനും അതുപോലെ തന്നെ ഉമ്മയും മകനും എല്ലാമുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം കാലങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട നല്ല വീഡിയോകൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.